9 ദിവസം കൊണ്ട് കരൾ ക്ലീൻ ആക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശവും കരളിനെ അപകടത്തിലാക്കും. അതുപോലെ തന്നെയാണ് മദ്യപാനവും. ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന അവയവമാണ് കരൾ. ഒരു പ്രായം പിന്നിടുമ്പോൾ കരളിന്റെ ആരോഗ്യം വളരെ വേഗം അപകടത്തിലാവുകയും ചെയ്യും. മദ്യപിക്കാത്തവരിലും കരൾ രോഗം വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന അവയവമാണ് കരൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും പിത്തം ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിലെ വിഷാംശം, അമിതമായ ഹോർമോൺ എന്നിവ വിഘടിപ്പിക്കുകയും കൊഴുപ്പിന്റെയും കൊളസ്ട്രോളിന്റെയും ദഹനം, മഴ ദിവസങ്ങളിൽ പോഷകങ്ങൾ ശേഖരിച്ചു വയ്ക്കുക തുടങ്ങിയ ധർമ്മങ്ങളാണ് കരൾ നിർവഹിക്കുന്നത്. കരളിലെ മാലിന്യങ്ങളും വിഷാംശങ്ങളും നീക്കി ശുദ്ധീകരിക്കുന്നതിനുള്ള വഴി എന്തൊക്കെയാണെന്ന് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. ശരിയായ ഭക്ഷണവും ആരോഗ്യകരമായ ജീവിത ശൈലിയുമാണ് കരൾ ശുദ്ധീകരിക്കാൻ ചെയ്യേണ്ടത്. കരളിന്റെ ആരോഗ്യത്തിന് ഗുണമായ ഭക്ഷണങ്ങൾ കഴിച്ചും അല്ലാത്തവ ഒഴിവാക്കുകയും വേണം. 9 ദിവസമായി 5ഓളം കാര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കിയും 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയുമാണ് വേണ്ടത്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ: 1. ഗോതമ്പ് ഉപയോഗിച്ചുള്ള ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഭക്ഷണങ്ങൾ, കേക്ക്, ബിസ്ക്കറ്റ്, പാസ്ത, മറ്റു പലഹാരങ്ങൾ. 2. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഈ 9 ദിവസത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കുക. അതിനു പകരം കുത്തരി, ബദാം, തേങ്ങ, സോയാ മിൽക്ക്, കശുവണ്ടിപ്പരിപ്പ് എന്നിവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 3. കഫെയിൻ അടങ്ങിയ കോഫി, മിഠായികൾ, പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിനു പകരം ഗ്രീൻ ടീ, വെള്ളം എന്നിവയൊക്കെ കൂടുതലായി ഉപയോഗിക്കുക. 4. മദ്യം. കരളിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മദ്യം. 9 ദിവസത്തേക്ക് മദ്യം പൂർണ്ണമായും ഒഴിവാക്കി പകരം മുന്തിരി ജ്യൂസ് കുടിക്കുക. 5. ചീത്ത കൊളസ്ട്രോൾ. ബേക്കറി പലഹാരങ്ങൾ, പൊരിച്ചതും വറുത്തതുമായുള്ള ഭക്ഷണങ്ങൾ, പിസ്സ, സാൻഡ്വിച്ച് പോലുള്ള ഫാസ്റ്റ് ഫുഡ് എന്നിവയും പൂർണ്ണമായും ഒഴിവാക്കുക. ശരീരത്തിലേക്ക് ചീത്ത കൊളസ്ട്രോൾ എത്തുന്നതിന് ഈ ഭക്ഷണങ്ങൾ കാരണമാകും. അതിനു പകരം മീനിലെ കൊഴുപ്പ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഒലിവ് ഓയിൽ, ബദാം, വാൾനട്ട് പോലുള്ളവയും കൂടുതലായി ഉപയോഗിക്കുക. തുടങ്ങേണ്ട പുതിയ ശീലങ്ങൾ: 1. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതിൽ 2 ഗ്ലാസ് നാരങ്ങാ വെള്ളവും ദിവസം ശീലമാക്കണം. 2. 5 സൂപ്പർ ഫുഡുകൾ. 5 വിഭാഗത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക. ഒമേഗ 3, ഒമേഗ 6 അടങ്ങിയിട്ടുള്ള നട്ട്സുകൾ, ബദാം, കശുവണ്ടി, വാൾനട്ട്, ചണക്കുരു, മത്തങ്ങക്കുരു, എള്ള് മുതലായവ. ഇലക്കറികൾ: ചീര, മുരിങ്ങ, മത്തൻ ഇലക്കറികൾ. ഇവ കഴിയുമെങ്കിൽ നന്നായി കഴുകി പച്ചയ്ക്ക് കഴിക്കുക. പാകം ചെയ്യുമ്പോൾ ഇവയിൽ അടങ്ങിയിട്ടുള്ള ചില വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും നശിക്കുന്നു. സാലഡായും ഇവ കഴിക്കാവുന്നതാണ്. പോഷകമുള്ള പച്ചക്കറികൾ: ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് എന്നിവ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉള്ളിവർഗ്ഗങ്ങൾ: ദിവസവും സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ധാരാളമായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. മാതളത്തിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റിന് കരൾ ശുദ്ധീകരിക്കാൻ പ്രത്യേക കഴിവുണ്ട്. 3. വിറ്റാമിൻ സി സപ്ലിമെന്റ്. ഭക്ഷണത്തിൽ നിന്നുള്ള വിറ്റാമിൻ സിക്ക് പുറമെ വിറ്റാമിൻ സി 2 ഗ്രാം സപ്ലിമെന്റ് ദിവസവും കഴിക്കുക. ഇവ കരളിലെ വിഷാംശം നീക്കാൻ ഏറ്റവും പ്രധാനമാണ്. 4. വിഷനിർവീര്യ വ്യായാമങ്ങൾ. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് സഹായകമായ ചില ശാരീരിക അഭ്യാസങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം കളരിപ്പയറ്റ്, കരാട്ടെ പോലുള്ള ആയോധന കലകളാണ്. ഇതിന് കഴിയാത്തവർ ദിവസവും അരമണിക്കൂർ നടത്തവും അരമണിക്കൂർ വ്യായാമവും നിർബന്ധമാക്കുക. കൂടാതെ യോഗ, ധ്യാനം എന്നിവയ്ക്കും ദിവസം അരമണിക്കൂറെങ്കിലും സമയം മാറ്റിവെക്കുക. 9 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റം: ഊർജവും ഉന്മേഷവും വർദ്ധിക്കുന്നു, ചർമ്മം കൂടുതൽ മൃദുവാകുന്നു, ദഹന പ്രശ്നങ്ങൾ മാറുന്നു, ശ്വാസോച്ഛ്വാസം കൂടുതൽ അനായാസകരമാകുന്നു, സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ മാറുന്നു, അണുബാധ പ്രശ്നങ്ങൾ മാറുന്നു, കാഴ്ചശക്തി കൂടുന്നു, മനസ്സ് കൂടുതൽ ഏകാഗ്രമായി തീരുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്.
എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.